ഡൽഹി സാകേത് കോടതിക്കകത്ത് കൊലപാതകം നടന്നിരിക്കുന്നു. കോടതി വളപ്പിലെ ലോക്കപ്പിനകത്താണ് കൊലപാതകം ഉണ്ടായത്. തടവുപുള്ളിയായ അമനാണ് കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, എന്താണിപ്പോൾ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമാകുന്നത്? പ്രജേഷ്, വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നുള്ള കാര്യം ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട അമനും അതുപോലെ തന്നെ കൊലപാതകളിൽ 2 പേരാണുള്ളത്. ഒന്ന് ജിതേന്ദർ, അതുപോലെ തന്നെ ജയ്ദേവ്. ഈ ജിതേന്ദർ എന്ന് പറഞ്ഞ വ്യക്തിയുമായി 2024 അമനുണ്ടായ ഒരു വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇന്ന് ഈ തടവുപുള്ളികളായിട്ടുള്ള ഇവരെ, ഈ തിഹാർ ജയിലിലായിരുന്നു ഇവർ കുറച്ച് മാസങ്ങളായി കഴിഞ്ഞു വന്നിരുന്നത്. അവിടെ വിചാരണ തടവ് പുള്ളികളായിട്ടായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ഇന്ന് കോടതി നടപടികൾക്ക് വേണ്ടി സാകേത് കോടതിയിൽ എത്തിയിരിക്കുകയായിരുന്നു. ഈ കോടതിക്ക് അകത്തേക്ക് കയറ്റുന്നതിന് മുൻപ് അവരെ കോടതി പരിസരത്ത് തന്നെയുള്ള ഒരു സെല്ലിൽ, ഒരു ലോക്കപ്പിൽ, 5-ാം നമ്പർ ലോക്കപ്പിൽ ഇവരെ വെച്ചിരിക്കുകയായിരുന്നു. അവിടെയാണ് ഈ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് കഴുത്ത് ഞെരിച്ച് അവനെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് സാരമായി, ഈ ലോക്കപ്പിനകത്ത് വെച്ച് സാരമായി പരിക്കേറ്റ അവനെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ആശുപത്രിയിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ ജിതേന്ദറിനെയും അതുപോലെ തന്നെ ജയദേവിനെയും വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഇവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ലോക്കപ്പിൽ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് നിരവധി തടവുപുള്ളികൾ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും ഈ കോടതി നടപടികൾക്ക് വേണ്ടി തന്നെ അവിടെ കൊണ്ടുവന്നതും ആയിരുന്നു. സാകേത് കോടതിക്ക് മുൻപിൽ പണ്ടും ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോടതിക്ക് അകത്തുണ്ടാകുന്നൊരു കൊലപാതകം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് അർജുൻ? തീർച്ചയായും സാകേത് കോടതിയിൽ ഇതിനു മുൻപും നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അഭിഭാഷകർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതിൽ തന്നെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്, അതിൽ തന്നെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ഒരു സുരക്ഷാ വീഴ്ച എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം ഒന്നിലധികം സെല്ലുകൾ, ലോക്കപ്പുകൾ ഈ തടവുപുള്ളികളെ കൊണ്ടുവരുമ്പോൾ, വിചാരണ തടവുപുള്ളികളെ കൊണ്ടുവരുന്ന സമയത്ത് അവരെ കോടതി നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് പാർപ്പിക്കാനായി സെല്ലുകളുണ്ട്. അതിനകത്ത് ഇവരെ കുറച്ചധികം നേരം കാത്ത് ഇരിക്കാറുമുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള നോട്ടപ്പിശകുകൾ അവിടെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ആയുധങ്ങളൊന്നും തന്നെ ഇല്ലാതെ സാകേത് കോടതിക്ക് അകത്താണ് കൊലപാതകം ഉണ്ടായിരിക്കുന്നതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരം. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു.